സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർക്ക് വാർത്തകൾ പലപ്പോഴും വെളിച്ചമാകാറുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. സങ്കടക്കടൽ വീണുപോയ ഒരു ഭിന്നശേഷിക്കാരൻ്റെ ജീവിതം 24 ഒരിക്കൽ വാർത്തയാക്കി. ടാർപോളിൻ കൂരയിൽ കഴിഞ്ഞ ആ കുടുംബത്തിന് ഒരു വിഷു കൈനീട്ടം ലഭിച്ചു. എന്താണെന്നല്ലേ നിങ്ങൾ ചോദിക്കുക? അതിതാണ്. ഈ വിഷുദിനത്തിൽ 24-നെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്താവിശേഷമാണ് പങ്കുവയ്ക്കാനുള്ളത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വെളിച്ചമില്ലാത്ത ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഒരു ഭിന്നശേഷിക്കാരൻ അനുഭവിക്കുന്ന ദുരവസ്ഥ 24 വാർത്തയാക്കിയിരുന്നു. കക്കൂസില്ല, അത് ഞങ്ങൾ അടുത്ത കാട് ആശ്രയിച്ചാണ് ഞങ്ങൾ പോണത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു കയറി കിടക്കണം വേണം. എൻ്റെ കൊച്ചുങ്ങളെ ഇട്ടുകൊണ്ട് എനിക്ക് കിടക്കണം. കാരണം മറ്റൊരു വീട് ആശ്രയിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ വീടില്ല. അവർ വരും, ഫോട്ടോ എടുക്കും, അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറഞ്ഞ് പോയതല്ലാതെ ഇതുവരെ നമുക്കൊന്നും അവർ തന്നിട്ടില്ല. വാർത്തകൾ ചിലപ്പോൾ ജീവിതങ്ങൾ മാറ്റിമറിക്കാം. എങ്ങനെയെന്നല്ലേ? അതിൻ്റെ ഉത്തരത്തിലേക്കാണ് 24-ൻ്റെ യാത്ര. പിറന്നു വീണത് മുതൽ സഞ്ജുവിനും സഹോദരങ്ങൾക്കും ദുരിതമായിരുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ മുഖം തിരിച്ചപ്പോൾ കുടുംബത്തിന് തണലായത് ഒരു കൂട്ടം അധ്യാപകർ. അങ്ങനെ സഞ്ജുവിന് സ്വപ്നക്കൂടൊരുങ്ങി. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കിളിമാനൂർ യൂണിറ്റിന്റെ മേൽനോട്ടത്തിലായിരുന്നു വീട് നിർമ്മാണം. 10 ലക്ഷം രൂപ ചിലവിൽ ഭിന്നശേഷി സൗഹൃദമായാണ് വീടൊരുക്കിയത്. പേടിയെന്ന് വെച്ചാൽ കാറ്റടിക്കുമ്പോൾ ഞങ്ങൾ കുഴിച്ചിട്ടിരിക്കണ തൂണ് ഒലയുമായിരുന്നു. അപ്പോഴും പല ദിവസങ്ങളിലും പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്നിട്ടുള്ളത്. കൊച്ചുങ്ങൾ ഉറങ്ങാതെ എഴുതിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാ വീട്ടിലെയും കൊച്ചുങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് നല്ല ഉറക്കമാണ്. പക്ഷേ എൻ്റെ മക്കൾ എഴുതിച്ചിരുന്ന് ഉറക്കമൊഴിഞ്ഞിരിക്കേണ്ട അവസ്ഥകളായിരുന്നു അന്ന് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ്. ഇത്രയും വലിയൊരു വീട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അവന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തിപ്പോൾ ഉണ്ട്. അവൻ്റേതായ ആവശ്യങ്ങൾ നടത്താൻ പറ്റൂലല്ലോ എന്നുള്ളൊരവസ്ഥയിൽ അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അധ്യാപകർ, കുട്ടികൾ, റൈസിംഗ് സ്റ്റാർ ക്രിക്കറ്റ് ക്ലബ്ബ് വർക്കല, SN കോളേജ് NSS യൂണിറ്റ്, SN ട്രസ്റ്റ് എന്നിവരുടെ സാമ്പത്തിക പിന്തുണയാണ് ഈ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കിയത്. ഇപ്പോൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചോന്നൊലിച്ച് കിടന്ന വീട്ടിൽ കിടന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സങ്കടങ്ങളായിരുന്നു. ഏറെ സന്തോഷത്തോടെ സഞ്ജുവിൻ്റെ സ്വപ്നക്കൂടിൽ നിന്നും ക്യാമറമാൻ സിറിലിനും സതീഷിനുമൊപ്പം MG പ്രതീഷ്, 24.